ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പെട്ടിയുടെ നടുക്കിരിക്കുമ്പോൾ തന്നെ സംഭവം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഞാനൊരു പാക്കിങ്ങിന്റെ നടുക്കിലാണ്. ലാസ്റ്റ് ടൈം പോലെ തന്നെ ഈ ടൈമും എന്താ പറയാ അവസാന നിമിഷമാണ് ഞാൻ പാക്ക് ചെയ്യാൻ ഇരുന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പാക്ക് ചെയ്യുന്നതാണ് എന്തായാലും. ഞാൻ എല്ലാം ഓരോ സെറ്റായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയാ പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഞാൻ ഓരോ ദിവസം ഇടേണ്ട ഡ്രസ്സുകൾ ഓരോ സെറ്റായിട്ട് ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതെല്ലാം കൂടി നമുക്ക് പെട്ടിയിൽ നിറയ്ക്കാം. ഇത് എന്റെ ഡ്രസ്സും എന്റെ സാധനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എവിടെയാ പോകുന്നത് നോക്കിയുള്ളത് ഞാൻ വഴിയോ പറയാം. ആദ്യം നമുക്ക് പാക്ക് ചെയ്യാം. നമ്മൾ പാക്കിങ്ങിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം ഇടുന്ന സെറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓർഡറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും ഇടാനും ഒക്കെ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ക്യാബിൻ പെട്ടിയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ജീൻസും ഒരു 2 ടോപ്പും കൊടുക്കുമ്പോൾ തന്നെ പെട്ടി ഫുള്ളാവും എന്തായാലും. അതൊരു ഭയങ്കര ഭംഗിയാണല്ലേ. എനിക്ക് മാത്രമുള്ള സ്പെഷ്യാലിറ്റി ആണോ അതോ എല്ലാ ലേഡീസിനും ജെൻസിനും ഉണ്ട് ഈ ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും ഇപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ് ഞാൻ എന്തായാലും ഡ്രസ്സസ് എക്സ്ട്രാ എടുക്കും. ഒരു 4 ദിവസത്തെ ട്രിപ്പിൻ്റെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവും. അപ്പം പിന്നെ ഒരു 4-5 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിച്ചൂടെ എത്ര ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ എടുക്കുന്നു. ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എൻ്റെ ഡ്രസ്സസൊക്കെ ഞാനിതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നത്തെ കവേഴ്സിലേക്ക് നമ്മൾ ഈ ഒരു ഓർഡറിൽ പാക്ക് ചെയ്യുന്നതാണെങ്കിൽ, അതായത് ഡേ ബൈ ഡേ യൂസ് ചെയ്യുന്ന സെറ്റ് വേഗം എന്താ പറയുക മേല താഴ അങ്ങനെയായിട്ട് പാക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഈസി ആട്ടോ. നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്താൽ സാധനം എടുക്കാനൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇന്ന ദിവസം ഇന്ന ഇത് ഇടേണ്ടതെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ആക്സസറീസൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും പാക്കിങ്ങിൽ മാത്രമല്ല നമ്മൾ പോയ സ്ഥലത്ത് നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇതിൻ്റെ ടോപ്പ് എവിടെ ഇതിൻ്റെ സ്കേർട്ട് എവിടെയെന്നുള്ളത്. ഇനി ഈ ഒരു ട്രൈപോഡും കൂടി ഇതിനകത്ത് വെക്കേണ്ടായിരുന്നു. പെട്ടി ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവസ്ഥ എന്താണെന്നുള്ളത്. ഫുള്ളായി കഴിഞ്ഞു. ഇതിനി ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് പാടുപെടും കേട്ടോ. ഇനി നമുക്ക് ട്രൈപോഡ് ഹാൻഡ് ലഗേജിലെടുക്കാം. ഹാൻഡ് ലഗേജ് എന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാനൊരു ഫ്ലൈറ്റ് ട്രിപ്പിന് പോവാന്ന്. ഞാനൊരു സ്ഥലത്ത് പോകുന്നത് എവിടെയാണെന്നുള്ള സ്ഥലത്തിൻ്റെ പേര് ഞാൻ പിന്നെ പറയാം. ഫൈനലി പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബാക്ക് പാക്ക് ഉണ്ട്. ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ വലുതൊന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു ബാക്ക് പാക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിനകത്ത് എൻ്റെ മേക്കപ്പ്സ്, അതായത് മേക്കപ്പ് ഐറ്റംസ് കോസ്മെറ്റിക്സ് ഒക്കെ ഉള്ളൊരു ബാഗും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു നെക്ക് പില്ലോ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗ്, അവിടെ നിന്ന് നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഹാൻഡ് ബാഗ് വേണമല്ലോ, അതിന് വേണ്ടുന്ന ഹാൻഡ് ബാഗും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാഗ് കേട്ടോ, ഫോണൊക്കെ വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഇനി ഈ ബാക്ക് പാക്കിൽ നമുക്ക് ഈ ട്രൈപോഡും ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ എന്തിനാണ് പോകുന്നതെന്നുള്ളത്, ഞാനൊരു ഗേൾസ് ട്രിപ്പ് പോവാണ്. കുറേ വർഷമായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായത്. കുറേ വർഷമായിട്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വേഗം 1-2 കൊല്ലമായിട്ടുള്ളതാണ് അല്ലേ? അല്ല കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു 12 to 15 ഇയേഴ്സിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് നടത്താൻ പോകുന്നത്. ഇതിൻ്റെ നടുക്കൊക്കെ 1-2 കൊല്ലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ്. ഒരു ഗ്യാങ് ആയിട്ട് കണ്ടിട്ടുണ്ട്, കല്യാണത്തിന് ഫ്രണ്ട്സിൻ്റെ എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ഗ്രൂപ്പ് ടുഗെദർ ആയിട്ട് കണ്ടിട്ടില്ല. നമ്മൾ 12th ശേഷം ഒരു എന്താ പറയുക 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിരുന്നുള്ളൂ. കോളേജ് ടൈമൊന്നും അങ്ങനെ കണ്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒരു ഗേൾസ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ നമ്മൾ മീറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഫൈനലി നമ്മൾ ആ ഗേൾസ് ട്രിപ്പ് ഹാപ്പൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്നാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ 2 ഫ്രണ്ട്സ് ഉള്ളത് കേരളയിൽ നിന്നാണ്. പിന്നെ 2 ഫ്രണ്ട്സ് ഉള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പം നമ്മൾ ഈ 5 ആളാണ് മീറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അത് ഏതാ സ്ഥലം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒറ്റക്കാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് എൻ്റെ എന്താ പറയുക, ഇതാണ് എൻ്റെ ലഗേജ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ ലഗേജ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് കേട്ടോ ഈ പാക്കിങ് നടത്തുന്നത്. ആക്ച്വലി പാക്കിങ് നടത്തുമ്പോൾ തന്നെ ഒരു 11 മണി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ദിവസം മോർണിംഗ് ഞാൻ റെഡി ആയതിനു ശേഷം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവലിംഗ് ലുക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ഞാൻ കാർഗോസ് ഒരു ഹാഫ്
ഹാൻഡ്സ് ടീഷർട്ട് ആൻഡ് അതിൻ്റെ മേലെ ഒരു ജാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ എൻ്റെ ലഗേജ് എന്ന് പറഞ്ഞാൽ ഒരു സൂട്ട് കേസ് ഉണ്ട്, ഒരു ചെറിയ ബാക്ക് പാക്ക് ആൻഡ് ഒരു സൈഡ് ബാഗ്, മൊബൈൽസും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ട്രാവൽ. അപ്പോൾ ഞാനിവിടുന്ന് ചെന്നൈയിൽ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ വലിയ മഴയല്ല, എന്താ പറയുക, പാറലുണ്ടായിരുന്നു, മഴപ്പാറലുകൾ. അപ്പോൾ മഴപ്പാറലിൽ എന്നല്ലേ പറയുക, മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 2:30-3 മണിക്ക് മുമ്പേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടത്തേക്കാണ് പോകുന്നതെന്നല്ലേ ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 2-3 വീഡിയോ വരാനുണ്ട് എന്തായാലും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ എത്തിയതിന് ശേഷമുള്ള വിശേഷം അവിടെ നിന്ന് തന്നെ പറയുന്നതായിരിക്കും രസം, അതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. ഞാൻ ഈ ഇറങ്ങിയൊരു ടൈം വെച്ചിട്ടാണെങ്കിൽ ഞാനൊരു 7:38 ആകുമ്പോൾ എത്തേണ്ടതാണ്. മഴ ഇങ്ങനെ തന്നെ ഉണ്ടാകുന്നതാണെങ്കിൽ ഡിലേ ആകാൻ ചാൻസസ് കൂടുതലാണ്, കാരണം ട്രാഫിക്കൊക്കെ തുടങ്ങും രാവിലെ ആകുമ്പോൾ. അപ്പോൾ മഴയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്ക് ഇതാ മഴ പിന്നെയും പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അറിയണ്ടേക്ക് നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഒരു 2-3 വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട്, അതായത് ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.